ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണ്, പാട്ട് വിശേഷം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും നമ്മൾ ഓർക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. മനോഹരമായ ഗാനങ്ങൾ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിനൊരു കുളിർമ നൽകുന്ന മനോഹരമായ ഗാനങ്ങൾ നമ്മൾക്ക് വേണ്ടി നൽകി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആ പ്രിയ സുഹൃത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഷാബു സാറിനെ ക്ഷണിക്കുന്നു. ഷാബു സാർ, യു ആർ വെൽക്കം. സാറിനും അതുപോലെ തന്നെ ഫ്ലോറിന്റെ കീഴിലുള്ള സംഗീതത്തെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ കിനാവിന്റെ പടികടന്ന് പിന്നെയും എത്തുന്ന ഓർമ്മകളുമായി ശക്തനായിട്ടുള്ള നമ്മളെല്ലാം കാലത്ത് പ്രിയപ്പെട്ട അതേപോലെ സൗണ്ട് ശരിയല്ലല്ലോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സാർ? ഇപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചപ്പോ ഗോപകുമാർ സാർ പറഞ്ഞു ട്രിവാൻഡ്രത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്നത് വേനലിൽ ഒരു മഴ എന്നുള്ളൊരു സിനിമയാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വേനലിൽ ഒരു മഴ എന്ന് പറഞ്ഞൊരു സിനിമ? മധു, ശ്രീവിദ്യ, ജയനൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, നമ്മളെയൊക്കെ മത്ത് പിടിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട് അതില്. ഞാൻ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുള്ളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കേട്ടിട്ടില്ലേ? ശ്രീകുമാര തമ്പി എഴുതി MS വിശ്വനാഥൻ ഈണം ഇട്ട മനോഹരമായിട്ടുള്ള ഒരു ഗാനം. അപ്പൊ ഇത് പറയാൻ കാരണം, ഇപ്പൊ രാവിലെ കുറച്ചു നേരത്തെ ഗോപകുമാരൻ സാറിനോട് സംസാരിച്ചു. അദ്ദേഹം ട്രിവാൻഡ്രത്താണ്, നേമത്താണ്. അപ്പൊ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേനൽക്കാലമാണ്. അപ്പൊ വേനലിൽ ഒരു മഴ എന്നുള്ളൊരു കാര്യം മനസ്സിൽ വന്നു. അപ്പൊ അതിലത്തെ ഒരു പാട്ടും പെട്ടെന്ന് ഓർമ്മിച്ചു, അത് പാടിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാനസഞ്ചാരം ആരംഭിക്കുകയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ അല്ലെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇടശ്ശേരി, എഴുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കവികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്തത്ര എന്താ പറയാ പ്രസിദ്ധിയും ഒക്കെ ഈ ചില സിനിമാ ഗാനങ്ങളിലൂടെ ഇവരൊക്കെ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, സ്പിരിറ്റ് എന്നൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ ഈ കവിത എഴുത്തെല്ലാം നിർത്തി. അതിലത്തെ ഒരു കഥാപാത്രം പറയുന്നത്, നമ്മുടെ ഭരതന്റെ മകൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ സിനിമ അല്ലെ ഈ കവിത എഴുത്തൊക്കെ നിർത്തി, ഇനി സിനിമയിലത്തെ പാട്ട് എഴുതാൻ പോകും. 12 വരി എഴുതിയാൽ മതി. ഇന്ന് 12 വരി എഴുതി ഇന്ന് കൊടുത്തപ്പോഴേക്കും 10,000 രൂപ അഡ്വാൻസ് എനിക്ക് കിട്ടും. ഇത് എവിടെ വേറെ ഉണ്ടാവുക? ഒരു കവിത എഴുതിയാൽ നമുക്ക് കിട്ടുമോ ഇങ്ങനെ? അപ്പൊ അത്തരം ഒരു കാര്യം കൂടിയുണ്ട്, ഒരു സാമ്പത്തിക വശം കൂടിയുണ്ട്. കവിത എഴുതിയാൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്നിപ്പോ ഒരു സിനിമയിൽ ഒരു ഗാനം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 25,000 മുതൽ 50,000 രൂപ വരെയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ആൾക്കാരുകളുണ്ട്, ഗാനരചയിതാക്കളുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഒരു വെള്ളി വെളിച്ചമാണ് ഈ ഗാനങ്ങളുടെയൊക്കെ. അതുപോലെ തന്നെ സിനിമയാണ് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഈ രംഗത്തേക്കിട്ട്. സാറിന് കൊടുത്തിട്ടുണ്ട് ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ എന്നുള്ളൊരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാലാപാനി എന്നുള്ളൊരു വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് പറയുന്ന ഒരു ഗാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെക്കുകയുണ്ടായി, ഒരു കോംബോ പറഞ്ഞു വെക്കണ്ടായില്ലേ. വയലാർ ദേവരാജൻ മുതൽ ഓരോ സംഗീത സംവിധായകരും എഴുത്തുകാരും തമ്മിലുള്ള ഒരു കോംബോ. വയലാർ ദേവരാജൻ, ദക്ഷിണാമൂർത്തി അല്ലെ ശ്രീകുമാരതമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരതമ്പി അർജുനൻ, അങ്ങനെ കുറെ കൂട്ടുകളി, ONV ജോൺസൺ, ചുനക്കര ശ്യാം. അതിനുശേഷം വന്ന മികച്ചൊരു കൂട്ടുകെട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ഒരുപാട് മധുരമായിട്ടുള്ള ഗാനങ്ങൾ. നമ്മൾ ഇവിടെ ആലപിക്കുന്ന എല്ലാ ഗാനങ്ങളിലും ഒരു 70% ഗാനങ്ങളും ഇവരുടെ ഒരു കോംബോ ആണ്. വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കോംബോ. അപ്പൊ അതിലെ മറ്റൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ് ഇന്നിപ്പോൾ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് പറയുന്നത്. ഒരു സഹോദരൻ ഒരു സഹോദരിയുടെ സ്നേഹത്തെക്കുറിച്ച്, ആ വിട്ടുപിരിയുന്ന നേരത്തെക്കുറിച്ച്, ഒരു വിവാഹ സമയത്ത് ഒരു വേർപിരിയലിന്റെ അവസ്ഥയിൽ രചിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. മോഹൻലാലും ദിവ്യ ഉണ്ണിയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ, ഉസ്താദ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ അതിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുള്ള ഈ ഒരു ഗാനം. വെണ്ണില കൊമ്പിലെ
രാപ്പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി ഇന്നും നീ ഏട്ടന്റെ ചിങ്കാരി കാർത്തിക നാൾ രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈ വളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്നും നീ ഏട്ടന്റെ ചിങ്കാരി. ഒരു ചേട്ടനും അനിയനും അവർ തമ്മിലുള്ള ഒരു സ്നേഹം, ആ വേർപാട്, അവരുടെ ചൈൽഡ്ഹുഡ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഗിരീഷ് കൊണ്ടുവന്നിട്ട് ഈ ഒരു വരികളിലൂടെ. പാടിക്കോളൂ. പാടിക്കോളൂ. ആരാ പാടുന്നേ? ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിലെയാണ്, വിദ്യാസാഗറുടെ മ്യൂസിക്. എന്നാലും പാട്ടുകാരൊന്നുമില്ലേ? വലിയ സ്കോറില് ആളുണ്ടല്ലോ. ആരുമില്ല. പാടിക്കോളൂ. രണ്ടുപേരും പാടും. രണ്ടുപേരും പല്ലവിയെങ്കിലും പാടും നിങ്ങള്. പാടി ഇന്നു നീ ഏട്ടന്റെ ചിങ്കാരി കൊമ്പിലേരാ പാടി ഇന്നു നീ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു പീലിയിൽ കണ്ണീരോ വെണ്ണില കൊമ്പിലേരാ പാടി എന്നു നീ ഏട്ടന്റെ ശൃംഗാരി. ഓക്കെ, രണ്ടുപേരും ആരാണോ? രണ്ടുപേരും ഞാൻ പാടാം. പാടി. വെണ്ണില കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞുകൺ പീലിയിൽ കണ്ണീരോ വെണ്ണില കൊമ്പിലേരാ പാടി. താങ്ക് യു. അടുത്താരുള്ളത്? എണ്ണില കൊമ്പിലേരാ പാടി എന്നു നീ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ വെണ്ണില കൊമ്പിലേരാ പാടി എന്നു നീ ഏട്ടന്റെ ചിങ്കാരി. താങ്ക് യു. കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീ
രാപ്പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി. താങ്ക് യു. Thank you. രണ്ട് വാക്കോടെ നമ്മൾ ആകാശദീപങ്ങൾ സാക്ഷി എന്നുള്ള പാട്ട് എടുത്തിട്ടുണ്ടോ സാർ? അത് ഞാൻ എടുക്കാം. എൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയും കൂടെ ആയിരുന്നു പാടാൻ. ഓക്കെ. പെണ്ണിമുകിൽ ഓടി ചുറ്റി പൊൻവേലിൻ മിന്നുകെട്ടി സുന്ദരിയായി സുമംഗലിയായി പടിയിറങ്ങാൻ നീയൊരുങ്ങി. ഈ വിരഹം ക്ഷണികമല്ലേ, നന്നും നീ എന്നരികിലല്ലേ. ക്ഷണികമല്ലേ, എന്നും നീ എന്നരികിലല്ലേ. എന്നിലാക്കും വിലയേരാപ്പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി. മഞ്ജു നീ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കണ്ണീലേക്കും നീരോ വെണ്ണിലാക്കും വിലയേരാപ്പാടി. ഓക്കെ, അടുത്ത പാട്ട്. ഒരു ഏട്ടന്റെ സ്നേഹം, കരുതല്, അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഗിരീഷ വാക്കുകളിൽ. ഈ വിരഹം ക്ഷണികമല്ലേ, വളരെ കുറച്ചു നേരത്തേക്കല്ലേ വിരഹമുണ്ടോ, നീ എന്നും എന്റെ അരികിൽ തന്നെയാണല്ലോ ഉള്ളത് എന്നുള്ളത് വാക്കാണ് അനുബന്ധവികൾ കൃഷി ചേർത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജ്യേഷ്ഠന്റെ ആ സഹോദരിയുടെ സ്നേഹവും കരുതലും ഒക്കെ മനോഹരമായിട്ടുള്ള. അതല്ലേ? ഓക്കെ ഓക്കെ, വളരെ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഗിരീഷ് തന്റെ ആ കുഞ്ഞു സഹോദരിയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വിരഹം ക്ഷണികമല്ലേ, ഈ വിരഹം കുറച്ചു നേരത്തേക്ക് മാത്രമല്ലേ, നീ എന്നും എന്റെ അരികിൽ തന്നെ ഇല്ലേ കുഞ്ഞനത് എന്നാണ് അദ്ദേഹം ആ ഒരു സമയത്ത് ആ വരികൾ അനുപല്ലവിയിലെ ആ ചരണത്തിന്റെ ഒക്കെ ലാസ്റ്റ് വരികളിൽ അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നത്. ഒരു സഹോദരിയോടുള്ള സ്നേഹം ആ വിവാഹ സമയത്ത് ഇറങ്ങി പോകുമ്പോൾ ആ വിഷമമുണ്ട്. അവളുടെ ആ വിഷമം കണ്ടിട്ട് പറയുന്നതാണ് ഈ നിമിഷം ക്ഷണികമല്ല, ഇതൊക്കെ പെട്ടെന്ന് കഴിയും, നീ എന്നെ എപ്പോഴും നീ എന്റെ അരികിൽ തന്നെയുണ്ട്, ഹൃദയത്തിലുണ്ട് എന്നുള്ള മനോഹരമായിട്ടുള്ള വരികളാണ് ഗിരീഷയുടെ പങ്കുവയ്ക്കുന്നത്. അടുത്തൊരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. രണ്ടാം ഭാവം എന്നുള്ള ലാൽ ജോസിന്റെ ഒരു സിനിമയാണ്. ലാൽ ജോസിന്റെ എല്ലാ സിനിമയിലും അതിന്റെ സംഗീതം ഏകദേശം ഒരു 75% അദ്ദേഹത്തിന്റെ ചിത്രത്തിനും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാസാഗറായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കോമ്പിനേഷനുള്ള എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ സ്ഥാനം കൊടുക്കുന്ന ഒരു പാട്ടാണ് മറന്നിട്ടും എന്തിനോ. സുജാതയും ജയേട്ടനും കൂടി നമ്മുടെ ഒരുപാട് നല്ല ഡ്യുവറ്റുകൾ, ഹിറ്റ് സോങ്ങുകളാണ് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കല്ലായി കടവത്തെ, കൈതപ്രം എഴുതിയിട്ട് എം ജയചന്ദ്രന് ഈണം നൽകിയ കല്ലായി കടവത്തെ എന്നുള്ള ഒരു പാട്ട് ജയേട്ടനും സുജാതയും കൂടി ചേർന്ന് പാടി. അതുപോലെ തന്നെ നന്ദനത്തിലത്തെ ഒരു മനോഹരമായിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ. അപ്പൊ ഇതും അതുപോലെ തന്നെ രണ്ടാം ഭാവം എന്നുള്ള സിനിമയിൽ പൂർണിമ ഇന്ദ്രജിത്താണ് സുരേഷ് ഗോപിയുമായിട്ട് ഈ ഒരു ഗാന രംഗത്ത് അഭിനയിച്ചത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിലോലഭാവം പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്ന പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്ത് സ്നേഹതീരം
മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാനെന്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ, കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ, കവിളുടോടൊരുമ്മി കിതച്ചിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പും മൗനാനുരാഗത്തിൻ ലോലഭാവം. ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്ന പുലർമഞ്ഞു കാലത്ത് സ്നേഹതീരം. പുലർമഞ്ഞു കാലത്ത് സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ. നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചെറിയ ഒരു നോവായി എപ്പോഴും ഈ ഗാനം ഇങ്ങനെ ഉണ്ടായിരിക്കും. നമ്മുടെ ഏകാന്ത സമയങ്ങളിലൊക്കെ കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ ഈ ഗാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് ഇങ്ങനെ ഇറങ്ങി വരും. വളരെ നല്ലൊരു ശ്രവ്യാനുഭൂതിയാണ് ഈ മനോഹരമായിട്ട്. പാടിക്കോളൂ. എന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. താങ്ക് യു സർ. താങ്ക് യു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ ലോലഭാവം. താങ്ക് യു സർ. താങ്ക് യു. യെസ്, പാടിക്കോളൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാർ, 4 വരി. പാടും. യെസ് യെസ്, തീർച്ചയായിട്ടും. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. താങ്ക്സ് സർ. താങ്ക് യു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ
മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടും നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടുരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന് ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഷിബു കയറിയിട്ടുണ്ടോ ഫ്ലോറില്? മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹധീരം. താങ്ക് യു. ഷിബു ഉണ്ടല്ലോ, ഷിബു വന്നിട്ടുണ്ടല്ലോ, ഷിബു ഉണ്ടല്ലോ. ആ ഷേർലി മാം ഷിബു. ഉണ്ട്. Yes. ഷിബു പാടും. അൺമ്യൂട്ട് ചെയ്യ്. രണ്ടുപേര് ഷാബു സാറിന്റെ ബ്രദറാണോ? അതെ. യെസ്, അൺമ്യൂട്ട് ആകുന്നില്ല. വേറെ ഇനി ആരെങ്കിലും ഉണ്ടോ? യെസ്, അനിൽകുമാർ സാറുണ്ട്. അനിൽകുമാർ സാർ. ആരായിരുന്നു? സാറേ, എനിക്ക് നല്ലൊരു പാടത്തില്ല, റെസ്റ്റ് ആണെങ്കിൽ നോക്കാം. പഠിക്കും. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനു രാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാകു ആകത്തിൻ ലോലഭാവം. യെസ്, പാട്ട് പാടിയപ്പം അനിൽകുമാർ സാർ എഴുന്നേറ്റു. ഓക്കെ, ഷിബു. എന്നെ കേൾക്കാമോ? കേൾക്കാം, പാടിക്കൂ. നമസ്കാരം എല്ലാവർക്കും. ഇത് നമ്മൾക്ക് ഫെമിലിയർ അല്ലാത്ത പാട്ടായത് കൊണ്ടാണ് കേട്ടാ. ഇതെന്നല്ല, നല്ലോണം കേട്ടിട്ടുണ്ട്, പക്ഷെ പാടാൻ ശ്രമിച്ചിട്ടില്ലേ പലപ്പോഴും ഇതൊന്നും. അതുകൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ നമ്മള് പഴയ കുറെ പാട്ടുകളൊക്കെയാണ് പിന്നെ. എനിവേ, ഇന്ന് അദ്ദേഹത്തിന്റെ ദിവസമല്ലേ, അപ്പൊ ശ്രമിക്കാം. ചെറിയ മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു. കാണുന്നില്ല, ചെറുതായിട്ട്. സോറി, ഇത്രയും മതി തൽക്കാലം. താങ്ക് യു. നിങ്ങളുടെ രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നു അല്ലെ, ഒരു വ്യത്യാസവും ഇല്ല. ആ മുഖം ഒന്ന് കാണിക്കാവോ? ഷാബു സാറിന്റെ ബ്രദറാണ് കേട്ടോ. വേറെ ആരും പാടാനുണ്ടല്ലോ? ഷേർലി മാം. യെസ്. അതെ. എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്, ഡൽഹിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ സംഗീതത്തൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തിനും ഇഷ്ടമാണ്. അപ്പൊ രണ്ട് സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നു, ഒരേ സൗണ്ട്, ഒരേപോലെ ഉണ്ടല്ലേ വോയിസ്. യെസ്, എക്സാക്ട്ലി. ഓക്കെ, ഞാൻ ഒരു രണ്ടുപേര് ഞാൻ പാടാം. അതിനും ഷെർലി മാം പാടുന്നോ? ഷെർലി മാം നോക്കുന്നോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ രണ്ടുപേര് പാടാം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം.
മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്ന മഞ്ഞുകാലത്തെ സ്നേഹതീരം. കുളിർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. ഓക്കെ, അടുത്തതിൽ പോരെ? ഞാനില്ലല്ലോ. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ വാസ്തവത്തില് പ്രണയത്തിന്റെ പല ഭാവങ്ങളുണ്ടല്ലോ. അപ്പൊ പ്രണയത്തിന്റെ ചില ഭാവങ്ങളിൽ ഇങ്ങനെ ഒരു നടുത്തൊരു ചെറിയൊരു നോവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കരിഞ്ഞിറങ്ങുന്ന വരികളാണ് ശരിക്കും പ്രത്യേകിച്ച് ഇത്തരം ഗാനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കാലാപാനി എന്നുള്ളൊരു പാൻ ഇന്ത്യൻ സിനിമ, മലയാളത്തിലെ ഒരു ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കാലാപാനി. പല ഭാഷയിലും ഹിന്ദിയിലും തമിഴില് തെലുങ്കിലൊക്കെ ഒരേ സമയം എടുത്തൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു കാലാപാനി. അപ്പൊ അതില് ഇളയരാജയാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നത്. ഇളയരാജ, ഗിരീഷ് പുത്തഞ്ചേരി, ഒരുപാട് മറ്റു കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സംഗീത സംവിധായകരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ AR റഹ്മാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. AR റഹ്മാനായിട്ട് പ്രശസ്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്, ദിൽ സേൽത്തെ ഒരു പാട്ടുണ്ട്, ചിയ ചലെ ജാൻ ചലെ എന്ന് പറഞ്ഞ ഗാനുണ്ട് അദ്ദേഹത്തിന്റെ. എല്ലാവരും കേട്ടിട്ടില്ലേ? ദിൽ സേൽത്തെ ഒരു പാട്ട്, ചിയ ചലെ ജാൻ ചലെ. അതിലൊരു മലയാള വേർഷൻ ഉണ്ട്, മലയാളം വരികൾ പറയുന്നുണ്ട്. ചുങ്കിരി തഞ്ചി ചഞ്ചിക്കോ മുന്തിരി മുത്തലി ചിന്നിക്കോ വന്തരി മുത്തരി ചുന്തരി വാവേ താന്തനക്കൻ തന്തനാനേ ഉന്തരി വാവേ. ആ വരികളൊക്കെ ഗിരീഷ് എഴുതിയതാണ്. അപ്പൊ AR റഹ്മാനും വന്നാലും കംഫർട്ടബിളായിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് വിളിച്ചത്. അതുപോലെ തന്നെ ഇളയരാജികളൊക്കെ മ്യൂസിക് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചിലര് രാഗങ്ങൾ ബേസ് ചെയ്ത് കൊടുക്കും, ചിലര് ചില സൗണ്ടുകൾ ബേസ് ചെയ്താണ് ഈണങ്ങൾ കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതില് ഈ പാട്ടിൽ ഇപ്പൊ ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ എന്ന് പറയുമ്പോ ഇളയരാജ വന്ന് കൊടുക്കുന്ന സൗണ്ടിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സൗണ്ടിങ് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ആ വരികള് ഗിരീഷ് പുത്തഞ്ചേരി എഴുതുന്നത്. അപ്പൊ ഇതിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനുണ്ട്, ഒരു ചെമ്പൂവേ പൂവേ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഗാനുണ്ട്. അപ്പൊ അത് കുറച്ചൊരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ഗാനമാണ് ചെമ്പൂവേ എന്നുള്ളത്. മോഹൻലാലും തബുവാണ് അതിൽ അഭിനയിച്ചത്. തബു മോഹൻലാലുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഒരു ഗാനാണ് ചെമ്പൂവേ പൂവേ. അതിലൊരു വരികൾ എങ്ങനെയാണ്, ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ട്. അതില് നമ്മൾ പറയുമ്പോ ഒന്നും ശ്രദ്ധിക്കില്ല, പക്ഷെ അതില് ആ വരികൾ നോക്കുമ്പോ മാറത്തെ ചെണ്ടയിൽ ഒരു വണ്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇളയരാജ വിസമ്മതിച്ചു, ഇത് ഭയങ്കര എന്താ എഴുതി വെച്ചിരിക്കുന്നത്, വൃത്തികേടല്ലേ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു, ഇത് അങ്ങനെയല്ല, ഞാൻ ഇത് വർണ്ണിച്ചിരിക്കുന്നത് പ്രകൃതിയാണ് ഞാൻ വർണ്ണിച്ചിരിക്കുന്നത്, അല്ലാണ്ട് സ്ത്രീ ശരീരത്തെ അല്ല ഞാൻ വർണ്ണിച്ചിരിക്കുന്നത്, പ്രകൃതിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിക്കൊടുത്തു ഇളയരാജ. അപ്പോഴാണ് ഇളയരാജ അത്ഭുതത്തോടു കൂടിയാണെന്നുണ്ട്. കാരണം ഇത്രയും ചെറുപ്പത്തിലെയുള്ള ചെറുപ്പക്കാരനായ ഗിരീഷ് പുത്തഞ്ചേരി സംസ്കൃതത്തിലൊക്കെ ഒരുപാട് അവഗാഹമുള്ള ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹം മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം നേരിട്ട് സംഗീതത്തിലേക്ക് എടുത്തു ആ പാട്ടിന്റെ. അപ്പൊ അതിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ആറ്റിരമ്പിലെ കൊമ്പ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളൊക്കെ പാടി നടന്ന പാട്ടുകളായിരിക്കും. ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുടുമ്പാതെടി തമ്പുരാട്ടി കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി കുന്തേ തുള്ളുന്നു ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളും ആറ്റിരമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി.
വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. പാടിക്കോളൂ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതടി ഓലവാലി. വേണ്ടാ കഥ മിണ്ടാതടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിമ്പിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തുമ്പുരാട്ടി. കൊഞ്ചാതടി കണ്ണാ തുണങ്ങാതടി കുറുമ്പുകാരി. താങ്ക് യു സർ. യെസ്, എല്ലാവർക്കും പാടാം. വളരെ സിമ്പിൾ പാട്ടാണ് കേട്ടോ. ഞാനെന്ത് പാടിയോ? പാടും. Yes, പാടും. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ കിളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതടി ഓലവാലി. വേണ്ടാത്തതു മിണ്ടാതടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി. കൊഞ്ചാതടി കിണുങ്ങാതടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു. ചെറു ചിങ്കിരി പൂവായി താളം തുള്ളുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതടി ഓലവാലി. വേണ്ടാത്തതു മിണ്ടാതടി കൂട്ടുകാരി. താങ്ക് യു സർ. അടുത്തയാള് പാടും. 4 വരി 2 വരി. എല്ലാവരും ദയവ് ചെയ്ത് മൈക്ക് ഓൺ ചെയ്തൊന്ന് പാടും കേട്ടാ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ കളി തത്തമ്മേ എല്ലാ കഥ ചൊല്ലാതടി ഓലവാലി. വേണ്ടാത്തതു മിണ്ടാതടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിനെ തേങ്കരിമ്പിലെ തുള്ളി പോൽ തുള്ളാതടി തമ്പുരാട്ടി. കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ കിളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതടി ഓലവാലി. വേണ്ടാത്തത് മിണ്ടാതടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേങ്കരിമ്പിലെ തുള്ളി പോൽ തുള്ളാതടി തമ്പുരാട്ടി. കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി. താങ്ക് യു സർ. താങ്ക് യു. നിങ്ങളെല്ലാവരും ഒരു അഭ്യർത്ഥനയുണ്ട്, മൈക്ക് ഓൺ ചെയ്ത് പാടും. മൈക്ക് ഓൺ ചെയ്ത് പാടുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മ്യൂസിക് തെറാപ്പിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് എസ്റ്റീം കോൺഫിഡൻസ് ഒക്കെ എല്ലായ്പ്പോഴും കിട്ടുന്നത് തുറന്നു പാടും, മൈക്ക് ഓൺ ചെയ്ത് പാടും. അല്ലെ, അപ്പൊ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഫ്ലോറിൽ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരുകളാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ പാടി തെളിയാൻ നമുക്ക് കിട്ടുന്ന സാബു സാർ ഒരുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോറാണ് പാടി തെളിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടി മൈക്കൊക്കെ ഓൺ ചെയ്ത് പാടുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ആരാ പാടുന്ന? റെഡിയാവും. 1 മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഒരു രാത്രി, ഇത് നമ്മൾ നേരത്തെ പാടിയതാണ്. ഇത് എത്ര പാടിയാലും ഈ പാട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഓക്കെ, ഇത് ഞാനൊന്ന് പാടിയിട്ട്. ആറ്റിറമ്പിലെ പാടുന്നുണ്ടോ? ആറ്റിറമ്പിലെ പഠിക്കും. റോഷ്നിമോള് പാടും. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി. കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു. ചെറു ചിഞ്ചിരിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടി ഓലവാലി.
വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. താങ്ക് യു. ഇതൊരു ഫാസ്റ്റ് പാട്ടാണല്ലേ, ഒരു ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പാടി കഴിഞ്ഞാൽ നല്ല അതെ, നല്ല ഇത് രസമാണ്, നല്ല കുറച്ച് താളം. ഞാൻ റിതമാണ്, റിതമെറ്റിക് പാടാം പാട്ടാണ്. സാറേ, 4 വരി. പാടിയോ 4 വരി ഞാൻ പാടാം. പാട്. ഇവിടെ മഴ, ഭയങ്കരമായ മഴ. ആ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ, ഇല്ലാ കഥ ചൊല്ലാതെടി ഓലവാലി, വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി, കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി, കൊഞ്ചാതെടി കിഴുങ്ങാതെടി കുറുമ്പുകാരി, ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ. താങ്ക് യു സാർ. ഹിയർ ഇറ്റ് ഈസ് റെയിനിങ്. ഇവിടെ ഭയങ്കര മഴ. മഴ പെയ്യട്ടെ മേഡം, ഒരുപാട് സന്തോഷം. ഓക്കെ, ഈ അപ്പൊ വേനലിൽ ഇത് തണുക്കട്ടെ. ഇനി ആരെങ്കിലും പാടാനുണ്ടോ? ജോർജ് സാർ ആ, വന്നിട്ടുണ്ട്. ജോർജ് സാർ. സാറേ ഞാനൊന്ന് പാടി നോക്കട്ടെ. യെസ്, ഞാൻ വിളിക്കുമായിരുന്നു. താങ്ക് യു സർ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടി ഓലവാരി, വേണ്ടാത്തത് മിണ്ടാതെടി കൂട്ടുകാരി, കാട്ടുകുന്നിലെ തെങ്ങിലെ തെൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി, കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി, ആറ്റിറമ്പിലെ ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടി ഓലവാരി, മിണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി. താങ്ക് യു സർ. താങ്ക് യു. അടിപൊളി. അടുത്ത 4 വരി ഒന്ന് പാടി നോക്കട്ടെ. പാട്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, ോ നീല നിലാ പെണ്ണേ, അമ്മാനെ മാടി വരൂ പൂങ്കാറ്റി, നിന്നോമലൂയലിൽ ഞാനാടിടാം, മാനേ പൂന്തേനി നിന്നെ കളിയാട്ടാൻ, പൊന്നാതിര പോറ്റും ചെറു കാണാക്കയിൽ പാടി. കരിമിഷ് അത് അടുത്ത സ്റ്റാൻസ്. അത് മാത്രം. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, അപ്പം ഒരു 4 വരി ഞാനിവിടെ പാടാം. ഇനി ആരെങ്കിലും പാടാനുണ്ടോ? ഒരു ഓമനമാം വന്നിട്ടുണ്ടല്ലോ. ഓമനമാം പാടുന്നുണ്ടോ? ഓമനമാം റെഡി ആയിക്കോട്ടെ, ഞാനൊന്ന് പാടിയിട്ട്. അതിന്റെ ചരണം എടുത്തോളൂ, അടുത്ത ചരണം ഉണ്ടല്ലോ. ഓക്കെ, ഇല്ല അത് അറിയത്തില്ല. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടി ഓലവാലി, വേണ്ടാരി, കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാട്ടി, കുഞ്ചാതെടി കുണുങ്ങാതെടി കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു, ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു, ആറ്റിറമ്പിലെ കൊമ്പിലെ ചൊല്ലി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പാടുന്നുണ്ടോ? ഷിബു ഉണ്ടോ? എഗെയിൻ സോമനമ്മ പഠിക്കും. ആറ്റിലമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടി ഓലവാലി, വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി, കാട്ടുകുന്നിലെ തെങ്ങിലെ തേങ്കരിക്കിലെ തുള്ളി പോൽ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി, കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. എന്റെ എല്ലാം എല്ലാം അല്ലേ, മീശ മാധവനിലെ മനോഹരമായ ഒരു പാട്ടാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ആ ടീം തന്നെയുണ്ട്. നമ്മൾ പാടുന്ന പാട്ടുകൾ 70% പാട്ടുകൾ
ഇവരുടെ ഒരു കോമ്പനുള്ള ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാടും. ഞാൻ പറഞ്ഞിട്ട് പറയാം പാടാൻ വേണം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഓഡിബിൾ അല്ലേ? അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാസ്റ്റ് ആണ്. എത്രയും പെട്ടെന്ന് വരികൾക്ക് അനുസൃതം, അതായത് ഈണത്തിന് അനുസൃതമായിട്ട് വരികൾ എഴുതുക എന്നുള്ളത് ഏറ്റവും മികച്ചൊരു കലാകാരനാണ്. ഇതിന് മുൻപ് അതുപോലെ ഒരു പ്രതിഭ ഉണ്ടായിരുന്നത് നമ്മുടെ ബിച്ചു തിരുമല സാറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ശൂന്യതയിൽ നിന്ന് പോലും വാക്കുകൾ കൊണ്ട് അദ്ദേഹം വരികൾ മനോഹരമായിട്ട് എഴുതി. അപ്പൊ അതിനുശേഷം ഈണം കൊടുത്തതിന് ശേഷം ഇത്രയും വേഗത്തിൽ അത് അസാമാന്യ പദസഞ്ചയങ്ങളാണ് അദ്ദേഹത്തിന്റെ അവതാഴിലുള്ളത്. അനർഘ നിർഗളമായ ആ പദസമ്പത്ത് ഇങ്ങനെ വരികളിലൂടെ ഒഴുകുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കരിച്ചിറങ്ങുന്ന അതുപോലത്തെ വരികളാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അത്രയും ഒരു സകലകലാവല്ലഭം തന്നെയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം എഴുത്ത് മാത്രമല്ല, തിരക്കഥ രചിക്കുന്നു, സിനിമയ്ക്ക് പാട്ടുകൾ നല്ല പാടുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. സിനിമയിൽ യേശുദാസിനെ പോലെ ആവണം എന്ന് വിചാരിച്ച് സിനിമയിലേക്ക് എത്തിയതാണ് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പൊ അദ്ദേഹം മായാമയൂരം എന്നുള്ളൊരു സിനിമയില് രഘുവേട്ടൻ എന്നൊക്കെ പറയും, നമ്മൾ കോഴിക്കോടുള്ള ഒരു രഘു, അദ്ദേഹം സംഗീത സംവിധായകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്, കൈക്കുടം എന്നറിയ തിരുമധുരം തരും എന്നുള്ളൊരു പാട്ട്. അപ്പൊ ഗിരീഷും രഘുവേട്ടനും കൂടിയിട്ടുള്ള ഈ കോമ്പോയില് അദ്ദേഹം പറയാറുണ്ട്, ഇത് പാട്ടാണോ ആദ്യം പിറന്നത് അതേ വരികളാണോ ആദ്യം പിറന്നത് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം ചില സംഗീത സംവിധായകർ ട്യൂൺ ഇടും. അപ്പൊ വളരെ മനസ്സുകൊണ്ട് അടുത്ത ചിലരായിരിക്കുമ്പോൾ അവരിങ്ങനെ പറയും. അപ്പൊ രഘുവേട്ടൻ പറഞ്ഞു, ഗിരീഷ് നീ ഒന്ന് വരികൾ ഏതെങ്കിലും ഒന്ന് എഴുതൂ. അപ്പൊ ഗിരീഷ് പറഞ്ഞു, വേണ്ട, രഘുവേട്ടൻ ഒന്ന് ഈണം, എന്തെങ്കിലും ഒരു ഈണം ഒന്ന് കേൾപ്പിക്കൂ, അതനുസരിച്ച് ഞാൻ. അപ്പൊ വരികളാണോ അതേ ഈണമാണോ ആദ്യം പിറന്നത് എന്ന് അറിയാത്തൊരു ഗാനമാണ് മായാമയൂരത്തിലെ കൈക്കുടന്ന നിതൈ തിരുമധുരം തരും ഉരും നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറ, അങ്ങനെ പറഞ്ഞൊരു പാട്ടുണ്ട്. അത് മായാമയൂരത്തിൽ മോഹൻലാലൊക്കെ അഭിനയിച്ചൊരു പാട്ടാണ്. ഒരു വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേഘശ്രീ രാഗം, ആ രാഗത്തിലാണ് അത് ചിട്ടപ്പെടുന്നത്. അപ്പൊ ഈ രഘുവേട്ടൻ എന്ന് പറയുന്ന ആളുകൾ ഹിന്ദുസ്ഥാനി ഒരു കബലിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഒരുപാട് ഗ്രാഹ്യമുള്ള ആളാണ് ഈ രഘുവേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2.5 മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ടിന്റെ കമ്പോസിങ് കഴിഞ്ഞത്. അത്രയും അപ്പൊ ഏതാണ് ആദ്യം എഴുതിയത്, ഈണമാണോ ആദ്യം വന്നത് അതോ സംഗീതമാണോ ആദ്യം വന്നത് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മനോഹരമായിട്ടുള്ളൊരു ഗാനം. അപ്പൊ ഏതാണ് സാർ ഗാനിട്ടിരിക്കുന്നത്? സംസാർ എന്റെ എല്ലാം അല്ലേ ചേലത്തിന്റെ കീർത്തൻ, മീശമാധവൻ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രത്തിലാണ്. ഈ ഒരു പാട്ടിന്റെ പേരിലും ഗിരീഷ് പുത്തഞ്ചേരി ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളിൽ പ്രധാനം നമ്മുടെ കൈതപ്പുറം ദാമോദര നമ്പൂതിരിയായിരുന്നു. സമകാലികരായിരുന്നു. കൈതപ്പുറം ദാമോദര നമ്പൂതിരി ഗിരീഷ് പുത്തഞ്ചേരി ഏകദേശം സമകാലികരായിരുന്നു. മലയാളത്തിലെ ഏറ്റവും അധികം ചിത്രങ്ങൾക്ക് പാട്ടുകൾ എഴുതിയ 2 സംഗീത സംവിധായകരായിരുന്നു. 2 ഉത്തര മലബാറിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ ഇവർക്ക് അല്പം ഈഗോ കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ 2 പേർക്കും. അപ്പൊ ഇതിന്റെ വരികളും നോക്കൂ. എന്റെ എല്ലാം അല്ലേ, ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, കീലുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് ഹോയ് 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 ഹോയ്, മിനുങ്ങാൻ എന്താണ് മരങ്ങാൻ എന്താണ്, എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. അതില് പറയുന്നുണ്ട്, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എന്ന് പറയുമ്പോ കൈതപ്പുറം അത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ ഗിരീഷ്? കൈതപ്പുറം ചോദിക്കാണ്, ഗിരീഷ് ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ? അതിനെന്താ, അത് പാട്ടിന്റെ സിനിമയിലെ ആ ഗാനത്തിനനുസരിച്ച് വരികൾ എഴുതുമ്പോൾ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോഴും. എന്നാലും നമ്മുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ, തുണി അഴിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സാഹിത്യം എഴുതുന്നതെന്ന് കൈതപ്പുറം അങ്ങനെ ചോദിക്കും.
ഈ ഒരു വരി കണ്ടിട്ടാണ്. അതാണ് എന്റെ മാറിലുമായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ എന്നുള്ളൊരു വരി. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ദാസേട്ടൻ വളരെ ആത്മാവ് കൊടുത്ത് പാടിയ ഒരു പാട്ടാണ്. അങ്ങനെ ദാസേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനെ പാടുമ്പോൾ നമ്മുടെ ചെവിയിൽ വന്നിങ്ങനെ മന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ. ഒന്ന് പാടി നോക്കൂ. മുന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, മുല്ല നിലവത്ത് മിന്നുമരുവികൾ മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കരളിലെ കള്ളൻ നീയല്ലേ, പിണങ്ങാൻ എന്താണ്, മയങ്ങാൻ എന്താണ്. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ. കിലങ്ങാൻ കിങ്ങിണിച്ചപ്പേ, ചിരിക്കാൻ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ്, ഹോയ് 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 ഹോയ്, മിനുങ്ങാൻ എന്താണ്, മയങ്ങാൻ എന്താണ്. താങ്ക് യു സർ. ആ രമാദേവി മേഡം നല്ല ഭാവൊക്കെ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നി ആ കൗമാര യൗവന കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയോ എന്ന് തോന്നി. കാരണം ആ മുഖത്ത് ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞ ഒരു നാണം ഉണ്ടായിരുന്നു. അത് ഫീൽ ചെയ്തു ആ പാട്ട് ഇങ്ങനെ പാടിയപ്പോ. അപ്പൊ ആ യൗവന കാലത്തിലേക്ക് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മേഡം എന്റെ എല്ലാം അല്ലേ എന്ന്? ഒന്ന് പറയൂ, തുറന്നു പറയൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അല്ലേ? വളരെ നന്നായിരുന്നു. അവരിവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ചോദിച്ച ആളുണ്ടാ? വെരി ഗുഡ്. അത് ശരിക്കും തോന്നി, അല്ല ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നി. കാരണം ചിലർ പാട്ടുകൾ അത് ഉൾക്കൊണ്ട് പാടുമ്പോൾ ആ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻസ്, അപ്പൊ അത് ആ ചെറിയൊരു നാണം ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയി മേഡം. ഓക്കെ, എനിവേ താങ്ക് യു സാർ. അതിലൊരു തിരുത്തലുണ്ട്, വേറെയും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാള് മാത്രമേ കൈയടക്കിയിട്ടുള്ളൂ. ഞാനത് പറഞ്ഞല്ലോ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവുന്നു. അടിപൊളി, സൂപ്പർ. എന്തായാലും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ നല്ല രസമുണ്ട്. എല്ലാവരുടെ അറിവിലേക്ക് രമാദേവി മാഡം ആളുടെ മകളാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ അമ്മയുടെ കാര്യം മകൾക്ക് കൂടി അറിയാം, അത് പങ്കുവെച്ചതാണ്. എന്തായാലും താങ്ക് യു. അടിപൊളി. പള്ളിയിലേക്ക് വേണം സാറേ. പോവാം. പാടിക്കോളൂ. പാടിക്കോട്ടെ സാർ. എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസ്വരല്ലേ ഞാനല്ലേ, എന്റെ മാറിലെ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ, എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ. താങ്ക് യു സാർ. ഇനി ആരുള്ള പാടുന്നേ? രണ്ടാമത്തെ സ്റ്റാൻസ് ഞാൻ പാടി നോക്കാം. മിന്നാമിന്നും തുലാമിന്നിൽ മിന്നാരം ഞാൻ കോർക്കാം, വിയർത്തിരിക്കുന്നു വിശിത്തണുക്കാൻ മേശവിയറിയുണ്ടാക്കാം. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, മുല്ല നിലാവത്ത് മിന്നുമാരി മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂടില്ല ഞാൻ. കരളിലെ കള്ളൻ നീയല്ലേ, എന്താണ് മയക്കാൻ എന്താണ്. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ.
നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഓക്കെ. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, വിളുങ്ങാക്കിണിച്ചിപ്പി ചിരിക്കാ ചെമ്പകമുട്ടെ, പിണങ്ങാൻ എന്താണ് മിനുങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് മൂന്നാറിലെ മൂവന്തി ഹലോ. താരമായി ആ മാറാം നിലാവത്ത് മിന്നുമരുവിയൽ മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാമല്ലേ, എന്റെ എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ. താങ്ക് യു സർ. ഞാൻ ലീവ് ചെയ്യട്ടെടാ. രണ്ട് ലൈൻ ഞാൻ പാടുന്ന. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാൻ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കീഴുങ്ങ. യെസ്, ഓക്കെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ശരിയാക്കട്ടെ. യെസ്. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, മുല്ലനിലാവത്ത് മിന്നുമരുവിയാൽ മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. മിനുങ്ങാമിൻ അത്ര മതി സർ. താങ്ക് യു. ഇത് മൂന്നാറിൽ വെച്ചാണ് കമ്പോസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ആ ഒരു പല്ലവി അല്ല അതിന്റെ ചരണത്തില് ഇങ്ങനെ ഒരു വരി വന്നത്. മൂന്നാറിലെ മുവന്തിയായി മുത്താരമായി മാറാമെന്നുള്ളത് ആ മൂന്നാറിൽ വെച്ചാണ് കമ്പോസ് ചെയ്ത് നടന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് ഗിരീഷാവരികളായി കേട്ടോ. ശരിക്കും ആ സിനിമ കാണുമ്പോഴേ ഈ സീനിന്റെ ഈ പാട്ടിന്റെ ആ സീനൊക്കെ എന്നെ രസകരമായ അതെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വനാഥൻ ഏത് സീൻ എടുത്താലും ഫുള്ള് ആദ്യം മുതൽ അവസാനം വരെ സൂപ്പർ ഫിലിം. അതെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം അല്ലേ? കൈക്കുടന്ന് നിറയെ. ഇത് ആളുകൾക്ക് അറിയില്ല അധികം തോന്നുന്നു അറിയാതെ. വേറൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേറെ ഏതായിരുന്നു വേണ്ട? സാർ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാം. കൈക്കുടന്ന് പാടിപ്പോ. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുനിളം തൂവിൽ കിളിപ്പാട്ടുമായി ഇത് നടന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുനിളം തൂവൽ കിളിപ്പാട്ടുമായി ഇത് നടന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. താങ്ക് യു. ഇത് ഭയങ്കര ടച്ചിങ് വരുന്ന ഒരു സിനിമയാണ് മായാമയൂരം. അത് കണ്ടു ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ. ഉരുകും വേനൽ പാടം കടന്നെത്തുമീ
കത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ കനിവാർന്ന വിരലാൽ അണിയച്ചതാരി കനിവാർന്ന വിരലാൽ അണിയച്ചതാരി അലിവിന്റെ കീഴാർ ഹരിചന്ദന കൈക്കുടം പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടം പാടിക്കളെ. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. ഓക്കെ, ഇനി ഏതായാലും സാർ പാട്ട് പറഞ്ഞേ. പിന്നെ ആരോ ഒരാൾ ഇങ്ങനെ കുറെ പാട്ടുകൾ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി. വെണ്ണിലാക്കൊമ്പിലെ പറഞ്ഞു. സൂര്യകിരീടമൊക്കെ കഴിഞ്ഞല്ലേ. നിലാവിന്റെ നീലഭസ്മ കുറിയിട്ടോ. ഏതോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല. യെസ്, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല. പിന്നെ ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുമ്പോൾ. ദേവകന്യക എല്ലാം ഉണ്ട്. ഓക്കെ, കണ്ണാടിക്കൂടും ആരാരും കാണാതെ ആരോമൽ തൈമുല്ല. യെസ്. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ്. ചന്ദ്രോത്സവം എന്ന രഞ്ജിത്തിന്റെ സിനിമയിലെ പാട്ടാണ്. മോഹൻലാല് എന്താ ഈ പറഞ്ഞതിന് ഗിരീഷ് കുറുഞ്ചേരി വിദ്യാസാഗരൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പാടുന്ന പാട്ടുകളുടെ ഒരു 80% വിദ്യാസാഗരന്റെ മനോഹരമായിട്ടൊരു പാട്ടാണ് ചന്ദ്രോത്സവം. ശുദ്ധ സാവരി രാഗത്തിന് ചിട്ടം. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പൂയില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ കളപ്പുരമേയും കന്നി നിലാവേ ഇനിയും വരുമോ തിരുവോണം കളപ്പുരമേയും കന്നി നിലാവേ ഇനിയും വരുമോ തിരുവോണം മുടിത്തുമ്പിലീറൻ പെട്ടെന്ന് പോയി കിട്ടുന്നില്ല. പാടിക്കോളൂ, ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പോട്ടെ, പാടിക്കോളൂ. ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ. ഒന്ന് എടുത്ത മുകളിലേക്ക് സാറത് വരികള് അല്പം മുകളിലേക്ക് എടുക്കും. വരികൾ കാണുന്നില്ല. ഹലോ സാർ, ലിറിക്സ് കുറച്ച് മേലോട്ടെടുക്കും. കാണുന്നില്ല, വിസിബിൾ അല്ല. സാബു സാർ ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്തേ പോട്ടെ. പാടൂ, ആരെങ്കിലും ഒന്ന് പാടൂ, രണ്ടുപേരും പാടൂ.
പരിചയമില്ലാന്ന് തോന്നുന്നു അല്ലേ? ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. പൂഞ്ചില്ലത്ത് ബാക്കി കിട്ടുന്നില്ല സാറേ, സോറി. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്റെ ലിറിക്സ് താഴോട്ട് കാണുന്നില്ല കേട്ടോ സാറേ. നോക്കുന്നുണ്ടോ? പാടുന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോ. ഇതാണെങ്കിലോ? കണ്ണാടി കൂടുംകുട്ടി. ഇത് അടിപൊളി പാട്ടല്ലേ, ഭയങ്കര റിതമുള്ള പാട്ടാ, ഡാൻസിനൊക്കെയുള്ള പാട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോളൂ. കുട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവലം പൈങ്കിളിവായോ, കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായോ. മഴയോലം മഞ്ഞല്ലേ മുളയോലം കൂടല്ലേ, അഴകോലം നീലോരം കിളിരൂരും കനവല്ലേ, മണവാളൻ വന്നു വിളിച്ച നാണം തുള്ളും മനസ്സല്ലേ, കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവലം പൈങ്കിളിവാ. അടിപൊളി അടി. പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണേ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്റെ കാതിലോതുമോ. പൂവിൻ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണേ നീ മുങ്ങിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്റെ കാതിലോതുമോ. മെല്ലെ ഈ ചില്ലുനിലാവിൽ മെല്ലെ നീ മുത്തുപൊഴിക്കും കിന്നാര കാറ്റു കതിർപ്പൂ നുള്ളി നോക്കിയോ. ആരും കാണാതെന്നുള്ളിൽ ഓരോ മോഹം പൂക്കുമ്പോൾ ഈണത്തിൽ പാടി പൂങ്കുയിൽ. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാതളം പൈങ്കിളി വായോ, കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ല കോടിയുമായി കൂകിയും കുറുകിയും വായോ. മഴയോലും മഞ്ഞല്ലേ മുടയോലും കൂടല്ലേ, അഴകോലും നിഴിയോരം കളിരോട്ടം കനവല്ലേ, മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ, കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈകിളി വായോ. പാടിക്കോളൂ. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ, കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായോ. മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ, അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ, മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ, കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ആരെങ്കിലും പാടുന്നുണ്ടോ? അടുത്ത ലാസ്റ്റ് പാട്ട് വെച്ചോളൂ. പാടുന്നുണ്ടോ? രാജു പിലിത്താറുണ്ട്, പാടിക്കോളൂ. പഠിക്കും. ആടിക്കൂടും കൂട്ടി എഴുതി വായോ, പെണ്ണിനൊടുക്കാൻ
വായു മഴയാലും മഴയോലും മഞ്ഞല്ലേ മഴയോല മൂടല്ലേ അഴകാലും വിളിയോലും വിളിയോലും. താങ്ക് യു സാർ. താങ്ക് യു. ഒന്ന് നോക്കട്ടെ. യെസ്. പാടും. പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എൻ്റെ കാതിലോതുമോ? മെല്ലെ ഈ ചില്ലുനിലാവിൽ മുല്ലെ നീ മുത്തു പൊഴിക്കും കാറ്റുകതിരും കാണാതെന്നുള്ളിൽ ഓരോ മോഹം പൂക്കുമ്പോൾ ഈണത്തിൽ പാടി പൂങ്കുയിൽ ആ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ ഉടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായോ. മഴയോലും മഞ്ഞല്ലേ മുളയോല കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരോറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ കണ്ണാടിക്കോടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ. താങ്ക് യു. താങ്ക് യു. ഓക്കെ ഷാബ് സാർ, ഇനി ഏതാ? ഞാൻ ഒരു ദേവകന്യക സൂര്യതമ്പുരും ഇട്ടു. ഓക്കെ. യെസ്, ഇതോടുകൂടി നമുക്ക് നിർത്താം. ഈ പുഴയും കടന്ന് എന്നുള്ളൊരു സിനിമയിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ജോൺസൺ ആണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതിലത്തെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാണ്. മഞ്ജു വാര്യർ ദിലീപ് ജോഡി അഭിനയിച്ച് വളരെ വിജയം ആർന്നൊരു സിനിമയാണ് ഈ പുഴയും കടന്ന്. അപ്പൊ അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ദിലീപ് ഒരു പാട്ടുകാരൻ തന്നെ. ജൂനിയർ യേശുദാസ് എന്നുള്ളൊരു കഥാപാത്രത്തെയാണ് ദിലീപ് ഇതിൽ അവതരിപ്പിച്ചത് തന്നെ, ഒരു ഗായകനായി. ഇതിലല്ല അത് ഇതിലല്ല യേശുദാസ് ഇതിന് മുമ്പുള്ള പാട്ടത്തിന് ഇവിടെ വേറെ സല്ലാപത്തിലാണ് അല്ലേ? സല്ലാപത്തിലാണ് ജൂനിയർ യേശുദാസ് അല്ലേ? അതെ, ഇതിന് അതുപോലെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളായിരുന്നു. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതും മഞ്ജു വാര്യറും ദിലീപും തന്നെയാണ് അത് അല്ലേ? അതിലും അത് കാരണം ഇതില് ഒരു ഇല്ലത്ത് 4 സഹോദരിമാര് അങ്ങനെയൊക്കെയുള്ള ഒരു കഥയാന്ന് തോന്നുന്നു അല്ലേ? അതെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ജോൺസൺ മാഷിന്റെ ഏറെ നാളുകൾക്ക് ശേഷം ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് ഈ ഫ്ലോറിൽ വരികയാണ്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാരൻ തന്നെയാണ് ജോൺസൺ മാഷ്. ദേവകന്യക സൂര്യ തമ്പൂരു വീട്ടുന്നു സ്നേഹകോകിലം ഗായത്രീ മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞു കോടിയുടുക്കുന്നു വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു ദേവകന്യക സൂര്യ തമ്പൂരു വീട്ടുന്നു സ്നേഹകോകിലം ഗായത്രീ മന്ത്രം ചൊല്ലുന്നു കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞി കിളി പാടുന്നു അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യം പൊൻപാടം കൊയ്യുന്നു വെള്ളിയാഴ്ച പുലർച്ചയോ ഉള്ളോർ പൂങ്കൂടം കൊട്ടുന്നു നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു
നന്മ മാത്രം അളക്കുന്നു. ദേവകന്യക സൂര്യ തമ്പോരു കേട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവെയിൽ മഞ്ഞു കോടിയുടുക്കുന്നു. പിന്നിൽ മേയുന്ന പെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ദേവകന്യക സൂര്യ തമ്പൂരു വീശുന്നു. ഈ പാട്ടിന് ഈ ഇനത്തിനകത്ത് ഗാനം എഴുതിയപ്പോൾ അതിൽ സംവിധായകൻ അത് നമ്മുടെ കമലായിരുന്നു. കമലിന്റെ പടമായിരുന്നു ഈ പുഴയും കടത്ത്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി ഈ പാട്ടുകൾ ഈ വരികളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു വഴി എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പാട്ട് മതിയെന്ന് കൺഫേം ചെയ്തത്. അത് ഈ വരിയാണ്. നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രം വളർത്തുന്നു. ഈ ഒരു വരിയാണ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് മതിയെന്ന് ഈ ഒരു വരി കൊണ്ടാണ് അദ്ദേഹം അത് കൺഫേം ചെയ്തത്. അപ്പൊ അത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. പാടിക്കോളും. മാം സൗണ്ട് കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞു കോടിയൊടുക്കുന്നു. വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. താങ്ക് യു. പാടിക്കോളൂ. മനോഹരമായിട്ടുള്ള ഗാനം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞു കോടിയൊടുക്കുന്നു. വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. താങ്ക് യു സാർ. യെസ്, ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, അടുത്ത ആഴ്ച നമുക്ക് ഏതാ വേണ്ടത്? അടുത്ത ആഴ്ച പി ഭാസ്കര മാസ്റ്റർ ഗാനങ്ങളാണ്. എല്ലാവരും പി ഭാസ്കര മാസ്റ്റർ ഗാനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരിക. കാരണം മലയാള തനിമയുള്ള ഗാനങ്ങൾ മലയാളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആളാണ് പി ഭാസ്കര മാസ്റ്ററും അതുപോലെ തന്നെ കെ രാഘവ മാസ്റ്ററും. മലയാള തനിമയുള്ള ഗാനങ്ങൾ നീലക്കുയിൽ എന്നുള്ള ഒരു ചിത്രത്തോടു കൂടിയാണ് അവരുടെയൊക്കെ തുടക്കം വരുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഭാസ്കര മാസ്റ്റർ ഗാനങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. അപ്പൊ ഗാനങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക. രണ്ടുപേരി ഫ്ലോറിൽ വന്ന് അദ്ദേഹത്തിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്മരണാഞ്ജലി നമുക്ക് കൊടുക്കാം. എന്തായാലും ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അവസാനിപ്പിക്കാമല്ലോ. അപ്പൊ എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായിട്ടുള്ള 2 എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്ര എപ്പിസോഡായാലും ഇനി ഒരുപാട് ഗാനങ്ങൾ എന്റെ പുറകിൽ വന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് എന്നെ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത്രയധികം ഗാനങ്ങൾ പുറകിലുണ്ട്. കാരണം 1386 സിനിമാ ഗാനങ്ങൾ 365 സിനിമകളിലായിട്ട് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കിടക്കണം, നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കണം. അതിലൊരു 10-15 പാട്ടുകൾ മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ കേട്ട പാട്ടുകൾ മധുരം, കേൾക്കാത്തവ അതിമധുരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയും നമുക്ക് ഇനിയൊരു അടുത്തൊരു
എപ്പിസോഡ് ഗിരീഷ് പുത്തഞ്ചേരി വരുമ്പോൾ നമുക്ക് കൂടുതൽ പാട്ടുകൾ അതിലേക്ക് പോവാം. അടുത്ത ആഴ്ച അപ്പൊ നമുക്ക് ഭാസ്കര മാസ്റ്റർ മനോഹരമായിട്ടുള്ള മലയാളത്വമുള്ള പാട്ടുകളുടെ അവതരണമാണ്. അപ്പൊ എല്ലാവരും പാട്ടുകളൊക്കെ ഒന്ന് നോക്കി പഠിച്ച് ഒക്കെ ഒന്ന് വരിക. എന്നിട്ട് ഭാസ്കര മാഷ്ക്ക് നിങ്ങളൊരു പാട്ടിലൂടെ അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലി കൊടുക്കാനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാവരും പങ്കെടുത്തതിനും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചതിനും സാബു സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് എൻ്റെ പി എം നാളെ സൈക്കോളജി സാർ എന്നാ പറഞ്ഞത്? ഈ പാട്ടുകള് എല്ലാ ദിവസമെങ്കിലും ഒന്ന് ഇട്ട് തരാമെങ്കിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തരാം. സാറേ നമ്മുടെ ഗ്രൂപ്പുണ്ട്, മാറ്റ് ഒരു പാട്ട് വിശേഷം ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഉണ്ടോ? സാറില്ലേ? നേരത്തെ ഇടാം, ഞാൻ ഇട്ട് തരാം, കുഴപ്പമില്ല. ആ ഗ്രൂപ്പ് ഞാനില്ല. പാട്ട് വിശേഷം ഇല്ല സാറേ, ഞാൻ ആ ഗ്രൂപ്പിലില്ല. ഞാൻ ഒരു ലിങ്ക് തരാം, ഇപ്പൊ തന്നെ അങ്ങ് എടുത്തോളൂ, ഇപ്പൊ തന്നെ അങ്ങ് കയറിക്കോളൂ, ഒറ്റ സെക്കൻഡ്. ചാറ്റിലിടുക. അതിനകത്ത് നമ്മൾ എല്ലാ പാട്ടുകളും നേരത്തെ ഇടാറുണ്ട്. അതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകൾ നിങ്ങളൊന്ന് പാടി നോക്കുക. നമ്മള് പലർക്കും പാട്ട് അറിയാമെന്നുണ്ടെങ്കിലും പാടി നോക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരും. ഇല്ലേ, ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയിക്കോളൂ. ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താണ്, ചാറ്റ് എടുത്താണ്. ആർക്കെങ്കിലും പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തോളൂ, അവർ ജോയിൻ ചെയ്തോളൂ. ഒത്തിരി പാട്ടുകാരില്ലാതിരിക്കുമ്പോൾ നമുക്ക് പാട്ട് പാടാൻ സുഖമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒത്തിരി പബ്ലിഷ് ചെയ്യാം. അതെ 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 അതെ, എല്ലാവരും പാട്ടുകാരായി പിന്നെ എല്ലാവരും പാടിയ പിന്നെ സമയം ഉണ്ടാവില്ല. അതെ അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും പാടാനുള്ള അവസരം കിട്ടും. ഒരു വഴിയാണെങ്കിലും രണ്ടു വരിയാണെങ്കിലും ഒത്തിരി സൗകര്യം കിട്ടും. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്, സി യു, ബൈ ബൈ. താങ്ക് യു സർ, ഗുഡ് നൈറ്റ് സർ. റോഷനി എവിടെയാ സ്ഥലം? സർ ഞാൻ ബർമിംഗ്ഹാം, ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ മക്കളുടെ തുണിയൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തിരുന്നത്. ഏതാണ് സമയം മേഡം? ഇവിടെ ഇപ്പൊ 3 മണിയായി വൈകുന്നേരം. എനിക്ക് 12 വയസ്സുള്ള ഇരട്ട കുട്ടികളാ, ആൺകുട്ടികളാ. അപ്പൊ സാബു സാറേ, ഒരു മോന്റെ പാട്ടന്ന് കേട്ടില്ലേ സാർ, മലയാളം പാട്ട്? ഓക്കെ, അപ്പൊ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Thank you all. Good night. Good night.